ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്ന് മൂത്രത്തിൽ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. സാധാരണഗതിയിൽ മുൻപൊക്കെ ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിലാണ് കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. മൂത്രം ഒഴിക്കുമ്പോൾ വേദന, പരിശോധിക്കുന്ന സമയത്ത് മൂത്രത്തിൽ കല്ല്. ചെറുപ്പക്കാർക്കാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. മുൻപത്തെ അപേക്ഷിച്ച് ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഗണ്യമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടാണ് ഇത്രയധികം ഈ കിഡ്നി സ്റ്റോൺ കൂടുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു അടിവയറ് വേദന അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ നീറ്റിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ പോയി ഡോക്ടറെ കാണുന്നു, മൂത്രം പരിശോധിക്കുന്നു, ഒരു സ്കാൻ നോക്കുന്നു, കല്ലുണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, കല്ല് പോകാനുള്ള മരുന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ കല്ല് പൊടിച്ച് കളയാനുള്ള വകുപ്പുകൾ ഡോക്ടർമാർ നോക്കും, ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് കല്ലെടുത്ത് കളയും. അപ്പോഴത്തെ പ്രശ്നം മാറി. ഒരു 3-4 മാസം കഴിയുമ്പോൾ ദേ വരുന്നു അടുത്ത കല്ല്. ഇത് കല്ലെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി മരുന്ന് കഴിക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് പോയി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ? ഈ കല്ലില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അവിടെയാണ് ഈ മൂത്രത്തിൽ കല്ല് ടെൻഡൻസി തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതിൻ്റെ കാരണവും ഇത് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളും എന്തെല്ലാം എന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സമൂഹത്തിൻ്റെയും എല്ലാ ഫാമിലിയുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഏറ്റവും കൂടുതൽ, അതായത് ഈ മൂത്രത്തിൽ കല്ല് ഫോം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഓക്സലേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റലുകളാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ഈ ഓക്സലേറ്റുകൾ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും നമ്മുടെ വൃക്കകൾ ഇവയെ അരിച്ച് മൂത്രത്തിലൂടെ പുറത്തു കളയുകയും ചെയ്യും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ചില ഘടകങ്ങൾ നമ്മുടെ കരള് അതിനെ വിഘടിപ്പിച്ച് ഓക്സലേറ്റുകളെ പുറന്തള്ളുന്നുണ്ട്. ഇവയെല്ലാം വൃക്കയ്ക്കകത്ത് വന്ന് അടിഞ്ഞുകൂടിയാണ് നമുക്ക് ഈ ഓക്സലേറ്റ് കല്ലുകൾ ഉണ്ടാകുന്നതും. പലപ്പോഴും ഈ ഓക്സലേറ്റ് കല്ലുകൾക്കാണ് വളരെ ഷാർപ്പായിട്ടുള്ള അറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ താഴേക്ക് ഇത് മൂവ് ചെയ്യുമ്പോൾ ഉള്ളിൽ മുറിഞ്ഞ് വേദന, മൂത്രത്തിലൂടെ രക്തം പോക്ക്, ഇതെല്ലാം സംഭവിക്കുന്നത്. ഈ ഓക്സലേറ്റുകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുടർച്ചയായിട്ട് മൂത്രത്തിൽ കല്ല് വരുന്ന ടെൻഡൻസി മാറ്റാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓക്സലേറ്റുകളെ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. ഒന്നാമത്തത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധമാണ്. പണ്ടൊക്കെ വിട്ടുമാറാതെ മൂത്രത്തിൽ കല്ല് വരുമ്പോൾ ആൾക്കാർ വിശ്വസിച്ചിരുന്നത് കാൽഷ്യമാണ് ഈ കല്ലുണ്ടാക്കുന്നത്. അതുകൊണ്ട് കാൽഷ്യം കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കണം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ഈ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഇപ്പം മീനാണെങ്കിലും അത്യാവശ്യം ഇലക്കറികളാണെങ്കിലും ഇതൊന്നും മനുഷ്യർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്ന മാറുന്നുണ്ടോ? ഇല്ല, ഇത് കൂടി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് കാൽഷ്യം ഇല്ലെങ്കിൽ ഇത് മൂത്രത്തിൽ അമിതമായി ഓക്സലേറ്റ് വരുന്നതിന് കാരണമാകും. നമ്മൾ ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് 400 മില്ലിഗ്രാം എങ്കിലും കാൽഷ്യം കഴിച്ചിരിക്കണം. കാൽഷ്യം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പോയി കാൽഷ്യം ഗുളികകൾ കഴിക്കുക അല്ല ഉദ്ദേശിക്കുന്നത്, കാൽഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം. കാരണം കാൽഷ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ കുടലിനകത്ത് ഈ ഭക്ഷണത്തിലൂടെ വരുന്ന മറ്റു ഓക്സലേറ്റുകളെ ഈ കാൽഷ്യം വലിച്ചെടുത്ത് കാൽഷ്യം ഓക്സലേറ്റുകളാക്കി ശരീരത്തിൽ നിന്നും കുടലിലൂടെ തന്നെ പുറത്തേക്ക് പോകും. ഇത് രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്ന സാധ്യത ഗണ്യമായിട്ട് കുറയും. മാത്രമല്ല, രക്തത്തിൽ നമുക്ക് ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടെങ്കിലും അവിടെയും ഈ കാൽഷ്യം ഓക്സലേറ്റുകളായി പുറത്തു പോകും. ഇതൊരിക്കലും കട്ടി പിടിച്ച് കല്ലാകാനുള്ള ഒരു സാധ്യത വരത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാൽഷ്യം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായും ഈ വൃക്കയിൽ കല്ല് ടെൻഡൻസി ഉള്ളവർ കഴിച്ചിരിക്കണം. ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് പാലുൽപ്പന്നങ്ങൾ, തൈര്, മോര്, യോഗോട്ട് പോലുള്ള ഭക്ഷണങ്ങൾക്കകത്താണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മത്സ്യത്തിനകത്ത് സുലഭമായിട്ട് ശരീരത്തിന് വേണ്ട കാൽഷ്യം ഉണ്ട്. കൂടാതെ റാഗിയിലെ കൂരക്, പഞ്ഞപ്പുല്ല്, മുത്താറി എന്നൊക്കെ വിളിക്കത്തില്ലേ, റാഗിക്കകത്ത്, എള്ളിനകത്തെല്ലാം ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സോയാബീൻ, ബ്രോക്കോളി പോലുള്ളവയ്ക്കകത്തും അത്യാവശ്യം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ ഈ വിട്ടുമാറാതെ മൂത്രത്തിൽ കല്ല് ടെൻഡൻസി ഉള്ളവർ കഴിച്ചിരിക്കണം. ഇനി രണ്ടാമത്തത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ഓക്സലേറ്റുകളെ വിഘടിപ്പിച്ച് ഈ കല്ലുണ്ടാകുന്ന ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് പറയുന്ന കേൾക്കുമ്പോൾ പലരും വൈറ്റമിൻ സിയുടെ ഗുളിക വാങ്ങി കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട്. എന്നാൽ മനസ്സിലാക്കുക, വൈറ്റമിൻ സി ഇങ്ങനെ ഗുളിക രൂപത്തിൽ കഴിക്കുന്നത് നിങ്ങൾക്ക് മൂത്രത്തിൽ കല്ല് ടെൻഡൻസി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഭക്ഷണത്തിലുള്ള ഈ വൈറ്റമിൻ സി ആണ് നല്ലത്. ഭക്ഷണത്തിലുള്ള വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ പലരും ആദ്യം പോയിട്ട് നാരങ്ങയും ഓറഞ്ചും എല്ലാം കഴിക്കും. എന്നാൽ മനസ്സിലാക്കുക, നാരങ്ങയും ഓറഞ്ചിനകത്തും എല്ലാം ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സും സിട്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ഇവ കല്ല് ഉണ്ടാക്കാനാണ് കാരണമാകുന്നത്. എപ്പോഴും നല്ലത് ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള, പ്രത്യേകിച്ച് പേരയ്ക്ക, അതേപോലെ തന്നെ ക്യാപ്സിക്കം, ഇവയ്ക്കകത്തെല്ലാം വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഘടകം, ഓക്സലേറ്റ് കണ്ടന്റ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കണം. കാരണം ഈ ഓക്സലേറ്റ്സ് നമ്മുടെ കുടലിലേക്ക് എത്തുമ്പോൾ ഇവ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. രക്തത്തിലെത്തുന്ന ഓക്സലേറ്റുകൾ വൃക്കകൾ അരിച്ച് വൃക്കയ്ക്കകത്തേക്ക് വരുന്നു.
ഈ വൃക്കയ്ക്കകത്ത് ഇവ വരുമ്പോൾ ഈ ടെൻഡൻസി കല്ല് ടെൻഡൻസി ഫോം ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇത് കല്ലുണ്ടായി എന്ന് വരാം. അമിതമായിട്ട് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുള്ളത് ചീര, ബദാം, ഉരുളക്കിഴങ്ങ്, ഈന്തപ്പഴം, ബീട്രൂട്ട്, അവക്കാഡോ പോലുള്ള ഭക്ഷണങ്ങളാണ്. ഈ വിട്ടുമാറാതെ മൂത്രത്തിൽ കല്ല് ടെൻഡൻസി ഉള്ള ആൾക്കാർ ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ സിട്രേറ്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. സിട്രേറ്റ്സ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള, അതായത് സിട്രിക് ആസിഡ് കൂടുതലുള്ളത് നാരങ്ങ, ഓറഞ്ച്, ഗ്രേപ്പ് ഫ്രൂട്ട്, മൊസാമ്പി പോലുള്ളവ നിർബന്ധമായിട്ടും ഈ കല്ല് ടെൻഡൻസി ഉള്ളവർ ഒഴിവാക്കണം. ഇത് രണ്ട് തരത്തിലാണ് അപകടം ചെയ്യുന്നത്. ഒന്ന്, ഇതിനകത്ത് ധാരാളമായിട്ട് ഓക്സലേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഓക്സലേറ്റ്സ് പലപ്പോഴും നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും. രണ്ടാമത്തെ പ്രോബ്ലം, ഈ സിട്രേറ്റ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രക്തത്തിൽ വളരെ പെട്ടെന്ന് ഓക്സലേറ്റുകൾ കല്ല് ടെൻഡൻസി ഉണ്ടാക്കാൻ കാരണമാകും. പണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത് വിട്ടുമാറാതെ കല്ല് ടെൻഡൻസി ഉള്ളവർ ദിവസവും ഒരു മുഴുവൻ നാരങ്ങ കഴിക്കണം, ദിവസം 5 ഓറഞ്ച് കഴിക്കണം എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരുപാട് പേര് ഈ കല്ല് ടെൻഡൻസി മാറുന്നതിന് വേണ്ടി നാരങ്ങ കലക്കി കുടിക്കുക, ഓറഞ്ച്, മൊസമ്പി കഴിക്കുക എല്ലാം ചെയ്യാറുണ്ട്. ഇത്തരക്കാർക്ക് കല്ല് ടെൻഡൻസി വിട്ടുമാറാതെ വന്നുകൊണ്ടിരിക്കും. ഇനി അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗമാണ്. വിശദീകരിക്കാം. നമ്മുടെ കുടലിനകത്ത് ഓക്സലോബാക്ടർ എന്ന് പറയുന്ന ഒരിനം ആനിറോബിക് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ നമ്മുടെ ഭക്ഷണത്തിലൂടെ എത്തുന്ന ഈ ഓക്സലേറ്റ് ക്രിസ്റ്റലുകളെ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്ത് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കും. കാരണം ഈ ഓക്സലോബാക്ടറുകളുടെ മെയിൻ ഭക്ഷണം തന്നെ ഓക്സലേറ്റുകളാണ്. നിങ്ങൾ തുടർച്ചയായിട്ട് ആന്റിബയോട്ടിക്കുകൾ, പ്രത്യേകിച്ച് ക്ലാരിത്രോമൈസിൻ, ജെൻഡാമൈസിൻ, സിപ്രോഫ്ലോക്സാസിൻ, ടെട്രാസൈക്ലിൻ, മെട്രോജിൽ, ഇത്തരം ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശത്തിലും ഇല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ പോയി സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ ആന്റിബയോട്ടിക്കുകളെല്ലാം തന്നെ ഈ ഓക്സലോബാക്ടർ ബാക്ടീരിയകളെ കംപ്ലീറ്റ് അങ്ങ് നശിപ്പിച്ചു കളയും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അല്പം ഓക്സലേറ്റ്സ് ഉണ്ടെങ്കിലും അത് അപ്പോൾ തന്നെ കുടലിൽ നിന്നും രക്തത്തിലേക്ക് വലിച്ചെടുക്കുകയും വൃക്കയിൽ കല്ലുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്തിലല്ലാതെ നിങ്ങൾ ഇത്തരം ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കരുത്. ഇനി നിങ്ങൾക്ക് വിട്ടുമാറാതെ ഈ കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഡോക്ടറോട് പറയുക, എനിക്കിങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതനുസരിച്ചുള്ള മരുന്നുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കും. മാത്രമല്ല, എപ്പോഴും കുടലിനകത്ത് ഈ ഓക്സലോബാക്ടർ ബാക്ടീരിയകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ കല്ല് ടെൻഡൻസി കുറഞ്ഞു വരികയും ചെയ്യും. ഈ ഓക്സലോബാക്ടറുകൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് കഴിക്കണം. അത്യാവശ്യം പച്ചക്കറികൾ, നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അത്യാവശ്യം ഫ്രൂട്ട്സ് എന്നിവ കഴിച്ചിരിക്കണം. നിർബന്ധമായിട്ടും യോഗേർട്ട് അഥവാ തൈര് കഴിച്ചിരിക്കണം. കാരണം ഓക്സലോബാക്ടർ ബാക്ടീരിയകളുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ ഇത്തരം പ്രോബയോട്ടിക് യോഗേർട്ട്, തൈര്, മോര് പോലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഭക്ഷണങ്ങൾ ഈ കിഡ്നി സ്റ്റോൺ ടെൻഡൻസി ഉള്ളവർക്ക് നല്ലതാണ്. ഇനി അടുത്ത ഘടകം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിക്കൂട്ടുകളാണ്. കിഡ്നി സ്റ്റോൺ ടെൻഡൻസി തുടർച്ചയായിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് മധുരം, അമിതമായിട്ട് ഉപ്പ്, അമിതമായിട്ട് എരിവ്, അമിതമായിട്ട് പുളി, അമിതമായിട്ടുള്ള കയ്പ്, ഈ 5 ഐറ്റം, അതായത് നമ്മുടെ രുചിക്കൂട്ടുകൾ ഏതാണെങ്കിലും പതിവായി അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അത് വൃക്കയ്ക്കകത്ത് കല്ല് ടെൻഡൻസി ഉണ്ടാക്കും. കാരണം ഈ ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ നമ്മുടെ വൃക്കയ്ക്കകത്ത് എത്തുമ്പോൾ വൃക്കയ്ക്കകത്ത് ഒരു അമിതമായിട്ടൊരു ആസിഡ് pH ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ പറഞ്ഞ രുചിക്കൂട്ടുകൾ കാരണമാകും. അതുകൊണ്ട് നിങ്ങൾക്ക് എരിവ് അത്യാവശ്യം വേണം, അല്ലെങ്കിൽ മധുരം കൂടുതൽ വേണം, അല്ലെങ്കിൽ ഉപ്പ് പതിവായിട്ട് കഴിക്കുന്നവർക്കെല്ലാം കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെൻഡൻസി ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ രക്തത്തിന്റെ pH ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് രക്തത്തിലേക്ക് എത്തുന്ന ഈ ഓക്സലേറ്റ്സുകളെ വളരെ പെട്ടെന്ന് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. നിങ്ങൾക്ക് വൃക്കയിൽ കല്ല് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഒരു ദിവസം 3 ലിറ്റർ മൂത്രം നിർബന്ധമായും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ പലപ്പോഴും ഈ കിഡ്നിക്കകത്ത് ഈ ഓക്സലേറ്റുകൾ വന്ന് അടിഞ്ഞുകൂടാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും സമൃദ്ധമായി പുറത്തേക്ക് പോകുന്ന മൂത്രം ഈ ഓക്സലേറ്റുകളെ അരിച്ച് പുറത്തേക്ക് കളഞ്ഞുകൊണ്ടേയിരിക്കും. ഇതോടൊപ്പം ശരിയായിട്ടുള്ള വ്യായാമം കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൃക്കയ്ക്ക് ഈ ഓക്സലേറ്റുകളെ അരിച്ച് ശരീരത്തിൽ നിന്നും പൂർണ്ണമായും കളയാനുള്ള ടെൻഡൻസി കൂടുകയും ഈ വൃക്കയിൽ കല്ല് ടെൻഡൻസി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വൃക്കയിൽ കല്ല് ടെൻഡൻസി ഉള്ളവർ എന്തൊക്കെ കഴിക്കണമെന്ന്, എന്തൊക്കെ കഴിച്ചുകൂടാന്നുള്ളത് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. എല്ലാ സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.